പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയില്ലെന്ന് ബി.ജെ.പി. ദേശീയ നേതൃത്വം. ആരോടും പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ല. ആരും രാജിവെക്കുന്നുമില്ല. ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതുന്നു. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് LDFും UDFുമാണെന്നും കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവദേക്കർ എക്സിൽ കുറിച്ചു. കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മികച്ച പോരാട്ടം നടത്തുകയും മഹാരാഷ്ട്രയിൽ വൻ ജനവിധി നേടുകയും ചെയ്തു. 2026 പാലക്കാടും മറ്റ് നിരവധി നിയമസഭാ സീറ്റുകളും ബി.ജെ.പി. നേടും. കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റമുണ്ടാക്കാൻ ബി.ജെ.പി. ഇവിടെയുണ്ട്. ജനങ്ങൾ ബി.ജെ.പിയെ ഉറ്റുനോക്കുന്നു. മിസ്ഡ് കോളും മുഴുവൻ വിവരങ്ങളും നൽകി 15 ലക്ഷം വോട്ടർമാർ ബി.ജെ.പിയിൽ സ്വമേധയാ അംഗങ്ങളായി. ബി.ജെ.പിയുടെ അംഗത്വ യജ്ഞം ശക്തമായി തുടരും. LDFും UDFും കുപ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ദേശീയ പ്രസിഡന്റ് JP നദ്ദ, സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരെ വിളിച്ച് സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ എത്തിയത്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യമടക്കം നേതാക്കൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം രാജിസന്നദ്ധത അറിയിച്ചത്. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നും പാലക്കാട്ടെ തോൽവിയിൽ ദേശീയ നേതൃത്വം നേരിട്ട് അന്വേഷണം നടത്തണമെന്നും സുരേന്ദ്രൻ അറിയിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ രാജിവെക്കേണ്ടതില്ലെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചതായി സുരേന്ദ്രൻ പക്ഷം അവകാശപ്പെടുന്നു. അതേസമയം ശോഭാ സുരേന്ദ്രനെതിരെ ഗൗരവമേറിയ ആരോപണവും കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.